നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ നല്ലൊരു റീലോ പോസ്റ്റോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അത് ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വാട്സപ്പിലേക്കോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് മെസ്സഞ്ചറിലേക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൻ്റെ തന്നെ മെസ്സേജിലേക്കോ അയക്കുന്നവരാണോ? എങ്കിൽ ഇതിനകത്ത് വലിയൊരു ചതി ഒളിഞ്ഞിരിപ്പുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാം മുൻപത്തെ പോലെയല്ല. നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് എന്തെങ്കിലും എടുത്ത് മറ്റൊരു പ്ലാറ്റ്ഫോമിലേക്ക് ഷെയർ ചെയ്യുന്ന സമയത്ത് അതിലുണ്ടാകുന്ന ലിങ്ക് പേഴ്സണലൈസ്ഡ് ലിങ്കാണ്. അപ്പോൾ എന്താണ് പേഴ്സണലൈസ്ഡ് ലിങ്ക് എന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാനൊരു ഉദാഹരണം കാണിച്ചു തരാം. ഇപ്പോൾ വാട്സപ്പിലേക്ക് എൻ്റെ സഹോദരി എനിക്കൊരു ഇൻസ്റ്റഗ്രാമിലെ റീൽ അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ ആ ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം എൻ്റെ പെങ്ങളുടെ പ്രൊഫൈൽ അടക്കം കാണിക്കുന്നുണ്ട്. എനിക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യേണ്ട ഓപ്ഷനും ഉണ്ട്. അപ്പോൾ ഇതുകൊണ്ടുള്ള പ്രശ്നം എന്തെന്നാൽ ഞാനിപ്പോൾ ഇവിടുന്ന് ഓപ്പൺ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ എനിക്ക് വാട്സപ്പിൽ വന്ന ഇതേ ലിങ്കാണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുന്നതെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിലുള്ളവർ ഓപ്പൺ ചെയ്യുന്ന സമയത്തും എൻ്റെ പെങ്ങളുടെ പ്രൊഫൈലാണ് കാണിക്കുക. അപ്പോൾ അത് കൂടുതൽ പേര് ഷെയർ ചെയ്യാൻ സാധ്യതയുള്ള ഒരു വൈറൽ കണ്ടൻ്റ് ആണെങ്കിൽ എന്താകും? അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നവർക്കൊക്കെ കാണിക്കുന്നത് എൻ്റെ സഹോദരിയുടെ പ്രൊഫൈലായിരിക്കും. ചിലർക്കൊക്കെ ഇൻസ്റ്റഗ്രാമിൽ സീക്രട്ട് ആയിട്ടുള്ള അക്കൗണ്ടുകൾ ഉണ്ടാവും. അത് ഫേക്ക് അക്കൗണ്ട് ആയിരിക്കും, മറ്റു ബന്ധുക്കളൊന്നും തിരിച്ചറിയണ്ട എന്ന് കരുതിയിട്ട് വെച്ചിട്ടുള്ള ഫേക്ക് അക്കൗണ്ടുകൾ. അപ്പോൾ ഇതുപോലെ ഇൻസ്റ്റയിൽ നല്ലൊരു ഫോട്ടോ വീഡിയോ ഒക്കെ കാണുന്ന സമയത്ത് അത് നമ്മൾ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ഷെയർ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അവർക്ക് ആ പ്രൊഫൈൽ കാണാൻ സാധിക്കും. അതായത് നമ്മുടെ ഫേക്ക് അക്കൗണ്ട് ഏതാണ് അത് നമ്മുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ തിരിച്ചറിയാൻ സാധിക്കും. നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ഇത്തരത്തിൽ നമ്മുടെ പ്രൊഫൈൽ ID അടങ്ങാതെ തന്നെ നമുക്ക് ഇത്തരത്തിൽ റീലോ പോസ്റ്ററോ എല്ലാം നമുക്ക് ഇതുപോലെ വാട്സപ്പിലേക്കോ മെസ്സഞ്ചറിലേക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റാ മെസ്സഞ്ചറിലേക്കോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് പ്രൊഫൈൽ ഇല്ലാതെയും ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയാണെന്നാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രശ്നം. നമ്മൾ ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആരാണോ ആ വീഡിയോ സജഷൻ ചെയ്യുന്നതെന്ന് ഇൻസ്റ്റഗ്രാം വളരെ വ്യക്തമായിട്ട് ഇതുപോലെ കാണിച്ചു കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ മറ്റൊരു വീഡിയോ എടുത്തിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിൽ. ഇതിൽ ഞാൻ ഷെയർ ബട്ടൺ കൊടുത്തിട്ട് ഞാൻ വാട്സപ്പിലേക്കാണ് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഏത് പ്ലാറ്റ്ഫോമിലായാലും ഞാൻ ഈ പറയുന്ന വിദ്യ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഒരു വ്യക്തിയെ സെലക്ട് ചെയ്യുമ്പോൾ, സെൻഡ് ചെയ്യേണ്ട വ്യക്തിയെ ഉണ്ടല്ലോ, ജസ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് താഴെ കാണാം നീളത്തിലൊരു ലിങ്ക് വന്നിട്ട്. ഈ ലിങ്കിൻ്റെ മധ്യഭാഗത്തായി നിങ്ങൾക്കൊരു സ്ലാഷ് കാണാൻ സാധിക്കും. ആ സ്ലാഷിന് മുൻപേ ഉള്ളത് വീഡിയോ ലിങ്കും ആ സ്ലാഷിന് ശേഷം ചോദ്യചിഹ്നം മുതൽ ഇങ്ങോട്ട് കാണാം അത് നമ്മുടെ പ്രൊഫൈൽ ഐഡിയുമാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആ പ്രൊഫൈൽ ID അങ്ങ് ഒഴിവാക്കണം. അതുവരെ ഒഴിവാക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി പ്രിവ്യൂ വരുന്നതാണ്. എന്നിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെയാണ് അയക്കുന്നതെങ്കിൽ ഇൻസ്റ്റയിലെ റീലാണോ അല്ല പോസ്റ്റാണോ നമ്മൾ എന്താണ് സെൻഡ് ചെയ്ത് കൊടുത്തത് അത് മാത്രമേ അവർക്ക് ലഭിക്കുകയുള്ളൂ. പ്രൊഫൈൽ ലഭിക്കില്ല. അവരതിലേക്ക് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്താൽ തന്നെ പോപ്പപ്പ് ആയിട്ട് നമ്മുടെ പ്രൊഫൈൽ കാണിക്കുന്നതല്ല. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ലിങ്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ മറ്റൊരു മാർഗം പറഞ്ഞു തരാം. ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ലിങ്ക് കോപ്പി ചെയ്യുക. വാട്സപ്പിലേക്കോ മറ്റുള്ളതിലേക്കോ ഡയറക്റ്റ് കൊടുക്കാതെ കോപ്പി ചെയ്തിട്ട് എവിടെയാണ് നിങ്ങൾക്ക് അയക്കേണ്ടത് അവിടെ ഇതുപോലെ പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. അപ്പോൾ നേരത്തെ പറഞ്ഞത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇതാ ഇവിടെ ചോദ്യചിഹ്നം വരെയാണ് ഒഴിവാക്കേണ്ടത്. അത് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഒന്നുകൂടി ഒഴിവാക്കുന്നത് വ്യക്തമായിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ ആ ചോദ്യചിഹ്നം വരെയുള്ളതാണ് ഒഴിവാക്കുന്നത്. നിങ്ങൾ ഇതുപോലെയാണ് ഏത് പ്ലാറ്റ്ഫോമിലായാലും സെൻഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ പിന്നീട് അവർക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കാണിക്കുന്നതല്ല. അപ്പോൾ ഇത് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും. ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.